വെൽക്കം ബാക്ക് ടു പൊന്നൂസ് ഈസി കുക്കിംഗ്. ഇന്ന് നമ്മൾ ഈവനിങ് കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പൊട്ടറ്റോ കൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് നമ്മൾ ഒരു 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. ആ പൊട്ടറ്റോ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഗ്രേറ്റർ എടുത്തിട്ട് നമ്മളൊരു പാത്രവും വെള്ളത്തിലേക്ക് വേണം പൊട്ടറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തിടുവാനായിട്ട്. എന്നിട്ട് ഒരു 2 അതിലധികമോ 3 പ്രാവശ്യമെങ്കിലും ജസ്റ്റ് പൊട്ടറ്റോ നന്നായിട്ട് കഴുകി ആ പൊട്ടറ്റോയുടെ സ്റ്റാർച്ചൊക്കെ അത്യാവശ്യം നന്നായിട്ട് നമ്മൾ കളഞ്ഞിട്ടുണ്ടാവണം. എന്നിട്ട് ഒരു അരിപ്പയിൽ കൂടെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അല്ലെങ്കിൽ കൈ കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ വാരി നന്നായിട്ട് കൈ വെച്ച് ഒന്ന് പിഴിഞ്ഞിട്ട് ഇട്ടാലും മതിയാവും. അപ്പോൾ ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ള 2 പൊട്ടറ്റോയുടെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളതാണിത്. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ടായിരുന്നു. ആ സവോള ഒന്നിൽ നമ്മൾ ഓംലേറ്റിനൊക്കെ തയ്യാറാക്കുന്ന രീതിക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ തൽക്കാലം ഈ ഗ്രേറ്റർ കൊണ്ട് തന്നെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അടുത്ത് കുറച്ച് പെപ്പർ പൗഡർ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം അളവ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റ് ഒരു 2-3 ചെറിയ വെളുത്തുള്ളി ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മൾ അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. കാരണം നമ്മുടെ ഉപ്പ് എല്ലാ ഭാഗത്തേക്കും വരണം, അതിൻ്റെ മസാലകളെല്ലാം കറക്റ്റ് പ്രോപ്പറായിട്ട് എല്ലാ ഭാഗത്തേക്കും വരുവാനായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം അളവ് 2 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, മൈദ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം ചേർത്തിട്ട് നമ്മളിപ്പോൾ സ്പൂൺ മാറ്റുവാണ്. കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പിടിക്കത്തക്ക രീതിക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം പൊട്ടറ്റയിലും സവോളയിലൊക്കെ ഉള്ള വെള്ളം തന്നെ ധാരാളമായിരിക്കും നമുക്കിത് കുഴച്ചെടുക്കുവാനായിട്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിങ്ങനെ ഉരുള പിടിക്കുമ്പോഴേക്കും കറക്റ്റായിട്ടൊന്ന് ഇരിക്കണം കേട്ടോ, എന്നാലേ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയത്തുള്ളൂ. ഇത് കുറച്ച് സ്റ്റിക്കി ആയിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ മാവ് ആഡ് ചെയ്തിട്ട് ഇത് കുഴച്ചെടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു ചെറിയൊരു ഉരുള നമ്മൾ കയ്യിലെടുക്കുവാണ്. ജസ്റ്റ് എന്നിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഞാനൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ് ഞാനിത് ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഉരുളയാക്കിയിട്ട് കൈ കൊണ്ട് പ്രസ് ചെയ്തിട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ എഡ്ജസ് അതിൻ്റെ സൈഡൊക്കെ നമ്മളിങ്ങനെ ജസ്റ്റ് വിരൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് പ്രോപ്പറായിട്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കട്ടിയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല, കാരണം അകത്തൊക്കെ നന്നായിട്ടൊന്നും ഫ്രൈ ആയി കിട്ടത്തില്ല. അപ്പം ഞാനിതിങ്ങനെ ആക്കിയിട്ട് പ്ലേറ്റിലോട്ട് എല്ലാ ഷേപ്പും ഉണ്ടാക്കി വെച്ചതിന് ശേഷം പെട്ടെന്ന് എടുത്തിട്ട് എണ്ണയിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഷേപ്പാക്കി ഒന്ന് എടുക്കട്ടെ. അടുത്ത് ഞാനിതാ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ആ പാൻ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കുറച്ച് ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്, അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒത്തിരി മുങ്ങിക്കിടക്കത്തക്ക രീതിക്ക് ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു സൈഡിൽ ജസ്റ്റ് ഓയിലൊന്ന് കൊള്ളത്തക്ക രീതിക്ക് അത്രയും ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ആ ഓയിൽ ചൂടാകുമ്പോഴേക്കും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള അത് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ട് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ്. ഫ്ലെയിം വന്നിട്ട് ലോ ടു മീഡിയമിൻ്റെ ആ ഒരു ഇടയിലൊരു റേഞ്ച് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഒരു സൈഡ് ആകുമ്പോഴേക്കും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതൊരു സൈഡ് ആകുമ്പോഴേക്കും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുറച്ചൊരു ബ്രൗൺ നിറം ആവണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ, എന്നാലേ കുറച്ച് നല്ല ക്രിസ്പി ആയിട്ടും നല്ല ടേസ്റ്റും ആയിരിക്കത്തുള്ളൂ. അപ്പോൾ കണ്ടോ, ഇത് നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയാണ്. നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. ഇത് കുറച്ചൊരു ടൊമാറ്റോ സോസും കൂടെ തൊട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.